ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിന്ന് 10ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റ് ട്രയൽസ് ആൻഡ് ട്രയംസിൽ 2ാമത്തെ ചാപ്റ്റർ ഇൻ ദി ആറ്റിക് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇതൊരു നടന്ന കഥയാണ് കേട്ടോ, സംഭവ കഥയാണ്. വ്ളാഡിസ്ലോസ് സ്പിൽമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോളിഷ് ജൂതനായിട്ടുള്ള പിയാനിസ്റ്റും കമ്പോസറുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ജീവിത കഥയാണ്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള ദ പിയാനിസ്റ്റിൽ നിന്നെടുത്തുള്ള ചെറിയൊരു പോർഷൻ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ള ഇൻ ദി ആറ്റിക് എന്നുള്ളത്. Let's read and reflect. Every human being deserves to be free and to live with dignity. These are universal human rights, but in the world we live in, millions of people are denied these basic rights. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു പാഠഭാഗം കൂടിയാണിത് കേട്ടോ. എല്ലാ ജീവികൾക്കും ഇവിടെ ജീവിക്കാനും ഫ്രീയായി സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള അവകാശങ്ങൾ ഒരുപാട് മില്യൺസ് ഓഫ് ജനങ്ങൾക്ക് അത് ഇല്ലാതാവുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയുന്ന ഒരു ചെറിയൊരു പോർഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വ്ളാഡിസ്ലോസ് സ്പിൽമാൻ, എ പിയാനിസ്റ്റ് ആൻഡ് കമ്പോസർ, വാസ് എ പോളിഷ് ജൂതനായിട്ടുള്ള ഒരു പിയാനിസ്റ്റും കമ്പോസറുമായിരുന്നു നമ്മുടെ വ്ളാഡിസ്ലോസ് സ്പിൽമാൻ. ഹി വാസ് ഫോഴ്സ്ഡ് ടു ലിവ് ഇൻ ദ ഗെട്ടോ, എ dismal place meant for Jews alone. During the Second World War, most of the Jews were then sent to the concentration camps, where they were tortured, and then to gas chambers, where they were killed in masse. Let's read the story of Spilman's desperate struggle to stay alive during the war. 2ാം ലോക മഹായുദ്ധകാലത്ത് പോളണ്ടിലെ യഹൂദരായിട്ടുള്ള ആൾക്കാരെയൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഗെട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ഫോഴ്സ്ഫുള്ളി താമസിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീട് അവിടുന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ, അല്ലെ തടങ്കൽ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും അവിടെ വെച്ച് ക്രൂരമായ പീഡനങ്ങൾ നേരിടേണ്ടി വരികയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ജൂതന്മാർക്ക് കേട്ടോ. അങ്ങനെയുള്ള അതിനുശേഷം എന്താണ്, ഗ്യാസ് ചേമ്പറുകളിലേക്ക് മാറ്റി അവിടുന്ന് കൂട്ടത്തോടെ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇവരിൽ നിന്ന് ഈ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ജർമ്മൻ സൈനികരിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് ജീവിതത്തിന് വേണ്ടി പോരാടുന്ന ഒരു വ്യക്തി, വ്ളാഡിസ്ലോസ് സ്പിൽമാൻ്റെ ജീവിതകഥ. ആ യുദ്ധകാലത്ത് അദ്ദേഹം നേരിടേണ്ടി വന്ന കഠിനമായ കഷ്ടപ്പാടുകളുടെ ജീവന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെയും ഒരു കഥയാണ് അല്ലെങ്കിൽ ഒരു പാഠഭാഗമാണ് നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇനിയും പാഠത്തിലേക്ക് കിടക്കാം. I slumped on the chair by the ladder door. It was some time before I stammered with difficulty. Do what you like to me. I am not moving from here. എന്താ പറയുന്നത്, ഞാൻ ഒരു കസേരയിൽ തളർന്നിരുന്നു. സ്ലംഡ് എന്ന് പറഞ്ഞാൽ തളർന്നിരുന്നു എന്നാണ് അർത്ഥം കേട്ടോ. ചാരിയിരുന്നു, തളർന്നിരുന്നു എന്നൊക്കെയാണ് അർത്ഥം. ലാഡർ ഡോർ എന്ന് പറഞ്ഞാൽ, ലാഡർ എന്ന് പറഞ്ഞാൽ കലവറയുടെ ഡോറിന് ചാരിയിരുന്നു. കുറച്ച് സമയം മുമ്പ് എനിക്ക് ആകെ സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ട് പോലെ തോന്നി. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, എന്നെ എന്ത് ചെയ്യാനാണോ നിങ്ങൾക്ക് താല്പര്യം അതുപോലെ ചെയ്യൂ, ഞാൻ എന്തായാലും ഇവിടുന്ന് മാറില്ല എന്ന് ഞാൻ വിക്കി പറഞ്ഞു. സ്റ്റാമർ എന്ന് പറഞ്ഞാൽ വിക്ക് അല്ലേ, കഷ്ടപ്പെട്ട് വിക്കി പറഞ്ഞു. I have no intention of doing anything to you, the officer said. എന്താ പറയുന്നത്, അപ്പോൾ ഒരു ഓഫീസർ അവിടെ വന്നിട്ടുണ്ട്, വ്ളാഡിസ്ലോ സ്പിൽമാനെ കണ്ടു. അവർ തമ്മിലുള്ള സംഭാഷണമാണിതല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ചെയ്യൂ, ഞാൻ എന്തായാലും ഇവിടുന്ന് മാറില്ല എന്ന് സ്പിൽമാൻ പറഞ്ഞപ്പോൾ ഓഫീസർ പറയലാണ്, എനിക്ക് നിന്നെ ഒന്നും ചെയ്യാനുള്ള ഉദ്ദേശമില്ല. Then he asked me, what do you do for a living? നിങ്ങൾ ജീവിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എന്താണ്, വാട്ട് ആർ യു ഡൂയിങ്, അല്ലെ നിങ്ങൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പറയണം, ഐ എം എ പിയാനിസ്റ്റ്, ഞാനൊരു പിയാനിസ്റ്റാണ്. ഹി ലുക്ക്ഡ് അറ്റ് മീ മോർ ക്ലോസ്ലി, അയാൾ എന്നെ സൂക്ഷിച്ചു നോക്കി. ദെൻ ഹിസ് ഗ്ലാൻസ് ഫെൽ ഓൺ ദ ഡോർ ടു ദി അതർ റൂം. ആൻ ഐഡിയ സീം ടു ഹാവ് സ്ട്രക്ട് ഹിം. എന്താണ്, അയാൾ എന്നെ തുറച്ചു നോക്കി. പെട്ടെന്ന് അയാൾക്ക് ഒരു ഐഡിയ വന്നു. അയാൾ പെട്ടെന്ന് വേറൊരു റൂമിൻ്റെ വാതിലിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, കം വിത്ത് മീ, വിൽ യു, എൻ്റെ കൂടെ വരില്ലേ എന്ന് ചോദിച്ചു. We went into the next room where a piano stood by the wall. ചുമരിൻ്റെ സൈഡിൽ ഒരു വലിയ പിയാനോ വെച്ചിടുന്നിടത്തേക്ക് ഇവർ രണ്ടുപേരും കൂടി നടന്നു പോയി. The officer pointed to the instrument. Play something. ആ പിയാനോ കാണിച്ചിട്ട് പറഞ്ഞു, അതിൽ എന്തെങ്കിലും വായിക്കൂ എന്ന് പറഞ്ഞു. I looked enquiringly at him and did not move. എന്താ പറയുന്നത്, ഞാൻ ആകെ ഒരു ടെൻഷനോട് കൂടി അദ്ദേഹത്തെ നോക്കി. അദ്ദേഹം ഒരു ജർമ്മൻ ഉദ്യോഗസ്ഥനാണ്. അയാളാണ് എന്നോട് വന്നിട്ട് പറയുന്നത് പിയാനോ വായിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആകെ ഡൗട്ടായി, എന്തിനാണ് ഇയാൾ എന്നോട് പറയുന്നുണ്ടാവുക. ആ പേടിയോടുകൂടി അദ്ദേഹം സ്പിൽമാൻ ഈ ജർമ്മൻ ഉദ്യോഗസ്ഥനെ നോക്കി. ഹി ഒബ്വിയസ്ലി സെൻസ്ഡ് മൈ ഫിയേഴ്സ്. സിൻസ് ഹി ആഡഡ് റിയഷ്വറിംഗ്ലി, ഇറ്റ്സ് ഓൾ റൈറ്റ്, യു ക്യാൻ പ്ലേ. ഇഫ് എനി വൺ കംസ് യു ക്യാൻ ഹൈഡ് ഇൻ ദ ലാഡർ ആൻഡ് ഐ വിൽ സേ ഇറ്റ് വാസ് മീ ട്രൈയിങ് ദ ഇൻസ്ട്രുമെൻറ്റ് ഔട്ട്.
എന്താ പറയുന്നത്, എൻ്റെ പേടി അദ്ദേഹത്തിന് മനസ്സിലായി. ഇതാരെങ്കിലും കേൾക്കുമോ എന്നുള്ള പേടി എനിക്കുണ്ട്. അപ്പോൾ ആ പേടിയൊക്കെ വെച്ച് ഞാനിങ്ങനെ വായിക്കാണ്ട് സംശയിച്ച് നിന്നപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ എൻ്റെ പേടി മനസ്സിലായിട്ട് അദ്ദേഹം പറഞ്ഞു, ധൈര്യമായിട്ട് പോയി വായിച്ചോളൂ, ആരെങ്കിലും തന്നെ അന്വേഷിച്ച് വന്നാൽ അത് ഞാനാണ് ഈ പിയാനോ വായിച്ചതെന്ന് ഞാൻ പറഞ്ഞുകൊള്ളാം എന്ന് അയാൾ ഉറപ്പ് നൽകി. When I placed my fingers on the keyboard, they shook. I hadn't practiced for 2.5 years. My fingers were stiff and covered with a thick layer of dirt. And I had not cut my nails for some weeks. എന്താണ്? എനിക്ക് 2-2.5 വർഷമായിട്ട് പിയാനോ വായിച്ചിട്ടുള്ള ആ ഒരു പരിചയമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പിയാനോന് മേലെ കൈ വെച്ചപ്പോഴേക്കും ആകെ വിരലുകളൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. പിന്നെ കൈ മുഴുവൻ ചളിയും നഖം മുറിക്കാണ്ട് അങ്ങനെ മുഴുവൻ അഴുക്കായിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നുള്ളത്. I played Chopin's Nocturne in C# minor. എന്താ പറയുന്നത്, ഞാൻ ഷോപ്പാൻ എന്ന് പറഞ്ഞുള്ളൊരു വ്യക്തി, അതൊരു പോളിഷ് ആയിട്ടുള്ള കമ്പോസറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നൊക്ടേൺ എന്ന് പറയുന്നത് രാത്രിയായി ബന്ധപ്പെട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ആ ഒരു മൂടുള്ള, രാത്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മൂടുള്ള, മെലങ്കോളിക്കായിട്ടുള്ള മൂടുള്ള ഒരു മ്യൂസിക്കാണ് ഞാൻ പ്ലേ ചെയ്തത്. എന്താണ്, CHOPIN അപ്പോസ്ട്രോഫി എസ് എന്നുള്ളത് ഷോപ്പാൻസ് എന്നാണ് വായിക്കുക കേട്ടോ. ചോപ്പിൻ എന്നല്ല, ഷോപ്പാൻസ് നൊക്ടേൺ എന്നാണ് അത് വായിക്കുക കേട്ടോ. അത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ അറ്റ്മോസ്ഫിയർ വീണ്ടും രാത്രിയാണ്, അവിടെ കുറച്ചും കൂടി ഗ്ലൂമി ആയിട്ടുള്ള മ്യൂസിക്കാണ് അദ്ദേഹം വായിച്ചത്. അത് ആ ഒരു മ്യൂസിക് പിയാനോ മ്യൂസിക് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അറ്റ്മോസ്ഫിയർ വീണ്ടും ഗ്ലൂമിയും ഏറിയും ഭയങ്കര ഭയാനകവുമായി മാറി. I heard a shot down below outside the building, a harsh loud German noise. പെട്ടെന്ന് താഴെ നിന്ന് വലിയൊരു ജർമ്മൻ നോയ്സ് ഞാൻ കേട്ടു. The officer looked at me in silence. അദ്ദേഹം സൈലൻ്റായിട്ട് എന്നെ നോക്കി. After a while he sighed and muttered, all the same, you shouldn't stay here. I'll take you out of the city to a village. You'll be safer there. എങ്ങനെയൊക്കെ ആണെങ്കിൽ നീ ഇവിടെ ജീവിക്കാൻ പാടില്ല, നിന്നെ ഞാനൊരു സേഫായിട്ടുള്ളൊരു വില്ലേജിലേക്ക്, ഒരു ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാം, അവിടെ നീ സേഫായിരിക്കും, ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന്, ഈ സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് ഈ ഓഫീസർ സ്പിൽമാനോട് പറഞ്ഞു. I shook my head. I can't leave this place, I said firmly. Only now did he seem to understand my real reason for hiding among the ruins. എന്താണ്, എനിക്ക് ഇവിടെ നിന്ന് മാറാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആര് പറഞ്ഞു? സ്പിൽമാൻ പറഞ്ഞു. അപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഒളിച്ചിരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ റിയൽ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് ഈ ജർമ്മൻ ഓഫീസർ മനസ്സിലാക്കുന്നത്. യു ആർ ജൂയിഷ്, ഹി ആസ്ക്ഡ്. യെസ്. വെൽ, ഹി murmured. In that case, I see you really can't leave. Where are you hiding? In the attic. എന്താണ്, നിങ്ങളൊരു ജൂതനാണോ എന്ന് ചോദിച്ചു ജർമ്മൻ ഓഫീസർ. അതേ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറയണം, ഓക്കെ, ആ കേസിൽ അയാൾ ഇങ്ങനെ പിറുപിറുക്കളാണ്. ഓക്കെ, ഇൻ ദാറ്റ് കേസ് നിന്നെ അയാൾ അവർ പിടിച്ചാൽ എന്തായാലും വെറുതെ വിടില്ല, അപ്പോൾ നിങ്ങൾ സേഫായിട്ട് തന്നെ ഹൈഡ് ചെയ്യണം. നിങ്ങൾ എവിടെയാണ് ഹൈഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ തട്ടമ്പുറത്താണ്, ഇൻ ദി ആറ്റിക്. ഹി ഇൻസ്പെക്റ്റഡ് ദ ആറ്റിക് ആൻഡ് ഡിസ്കവേർഡ് സംതിങ് ദാറ്റ് ഐ ഹാഡ് നോട്ട് യെറ്റ് നോട്ടീസ്ഡ്. എ ലോഫ്റ്റ് made of boards directly above the entrance to the attic. The officer said he thought I should hide in this loft. He asked if I had anything to eat. എന്താ പറഞ്ഞത്? ഓഫീസർ പറഞ്ഞു, അപ്പം ആ കേസിൽ നീ ഒരു ജൂതനാണെങ്കിൽ ശരിക്കും സേഫായിട്ട് ഒളിച്ചിരിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒളിച്ചിരിക്കുന്ന കലവറ അല്ലെങ്കിൽ ആ തട്ടുമുറ ശരിക്കും പരിശോധിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു അറ അദ്ദേഹം കണ്ടു. ലോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിലുള്ള അറ. ഓക്കെ, തട്ടുംപുറത്തുള്ള മറ്റൊരു അറ അദ്ദേഹം കണ്ടു, മരം കൊണ്ടുണ്ടാക്കിയ ഒരു അറ. അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കണം നീ, അവിടെയാണ് ഏറ്റവും സേഫ് എന്ന് ഈ ഓഫീസർ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിൻ്റെ അടുത്ത് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. നോ, ഐ സെഡ്, ഒന്നുമില്ല. വെൽ, നെവർ മൈൻഡ്, ഹി ആഡഡ് ഹേസ്റ്റിലി, ഐ വിൽ ബ്രിങ് യു സം ഫുഡ്. പെട്ടെന്ന് തിടുക്കത്തിൽ പറഞ്ഞു, ഓക്കെ, പ്രശ്നമില്ല, ഞാൻ നിനക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഓൺലി നൗ ഡിഡ് ഐ വെഞ്ചർ എ ക്വസ്റ്റ്യൻ ഓഫ് മൈ ഓൺ, ആർ യു ജർമ്മൻ? ആ ഒരു അവസരത്തിൽ ഞാനൊരു ധൈര്യം സംഭരിച്ച ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ഞാനങ്ങ് തുനിഞ്ഞു. എനിക്ക് ചോദിക്കാൻ വേണ്ടി തോന്നിയ ഒരു ഫീലിൽ ഞാൻ അങ്ങോട്ട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ആർ യു ജർമ്മൻ? നിങ്ങളൊരു ജർമ്മനാണോ? നിങ്ങളൊരു ജർമ്മൻ ഓഫീസറാണോ എന്ന് ചോദിച്ചു. നിങ്ങളൊരു ജർമ്മനിക്കാരനാണോ എന്ന് ചോദിച്ചു. ഹി ഓൾമോസ്റ്റ് ഷൗട്ടഡ് ഹിസ് ആൻസർ ഇൻ അജിറ്റേഷൻ. അദ്ദേഹം പെട്ടെന്ന് ഷൗട്ട് ചെയ്തിട്ടാണ് ആൻസർ പറഞ്ഞത്. അജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അസ്വസ്ഥതയോടുകൂടി ഷൗട്ട് ചെയ്തിട്ടാണ് ആൻസർ പറഞ്ഞത്. ആസ് ഇഫ് മൈ ക്വസ്റ്റ്യൻ ഹാഡ് ബീൻ ആൻ ഇൻസൾട്ട്. എൻ്റെ ചോദ്യം അദ്ദേഹത്തിനൊരു ഇൻസൾട്ടായ പോലെ ദേഷ്യപ്പെട്ട് അസ്വസ്ഥതയോടുകൂടി അദ്ദേഹം ആൻസർ ചെയ്തു. യെസ്, ഐ ആം ആൻഡ് അഷേംഡ് ഓഫ് ഇറ്റ് ആഫ്റ്റർ എവറിത്തിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ്. അബ്രപ്റ്റ്ലി ഹി ഷുക്ക് ഹാൻഡ്സ് വിത്ത് മീ ആൻഡ് ലെഫ്റ്റ്. അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വന്നു, നിങ്ങളൊരു ജർമ്മനാണോ എന്ന് ചോദിച്ചപ്പോൾ. കാരണം ഈ സംഭവിക്കുന്നതിനൊക്കെ കാരണം ഞാനും കൂടിയാണല്ലോ, ജർമ്മൻകാരാണല്ലോ എന്നുള്ള ആ ഒരു ഫീലിംഗ് അദ്ദേഹം പെട്ടെന്ന് എനിക്ക് ഒരു ക്ഷയിക്കാനും നിന്നിട്ട് റൂം വിട്ട് പോയി.
3 days passed before he reappeared. It was evening and pitch dark when I heard a whisper under my loft. Hello, are you there? എന്താണ് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് പിന്നീട് ആ ഓഫീസർ തിരിച്ചു വന്നത്. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ആയപ്പോൾ ഇരുട്ടായി തുടങ്ങിയ സമയത്ത് എൻ്റെ ലോഫ്റ്റ് ഒളിച്ചിരിക്കുന്ന ലോഫ്റ്റിൻ്റെ അടിയിൽ നിന്ന് അറയുടെ അടിയിൽ നിന്ന് ചെറിയൊരു വോയിസ് കേട്ടു. ഹലോ, ആർ യു ദർ? നിങ്ങളവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ഒച്ച കേട്ടു. യെസ്, ഐ ആം ഹിയർ, ഐ റിപ്ലൈഡ്. യെസ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് ഞാൻ റിപ്ലൈ ചെയ്തു. Soon afterwards, something heavy landed beside me. Through the paper, I felt several loaves and something soft, which later turned out to be jam wrapped in grease-proof paper. പെട്ടെന്ന് എൻ്റെ അടുത്തൊരു കട്ടിയുള്ള ഒരു വെയിറ്റുള്ള സാധനം വന്ന് വീണു. ഞാൻ തൊട്ട് നോക്കിയപ്പോൾ അതിന് കുറേ ബ്രെഡാണുള്ളത്. കൂടാതെ ഒരു ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞിട്ട് കുറച്ച് ജാമും ഉണ്ടായിരുന്നു. I quickly put the package to one side and called, "Wait a moment." ഞാൻ പെട്ടെന്ന് തന്നെ ആ പാക്കേജ് എൻ്റെ കയ്യിലുള്ള ബ്രെഡിൻ്റെ പാക്ക് അവിടെ വെച്ചിട്ട് ഞാൻ വിളിച്ചു. ഒരു മിനിറ്റ് ഒന്ന് നിൽക്കുമോ? വെയിറ്റ് എ മൊമെൻറ്റ്, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. ദ വോയിസ് ഇൻ ദ ഡാർക്ക് സൗണ്ടഡ് ഇംപേഷ്യൻറ്റ്. വാട്ട് ഇസ് ഇറ്റ്? ഹറി അപ്പ്. ഡാർക്കിലല്ല, ഇരുട്ടത്തുള്ള ശബ്ദം, അതായത് ആ ഓഫീസറുടെ ശബ്ദത്തിന് കുറച്ച് ക്ഷമയില്ലായ്മ പോലെ തോന്നി, ഇംപേഷ്യൻ്റായിട്ട് തോന്നി, ക്ഷമയില്ലാത്തൊരവസ്ഥ പോലെ തോന്നി. വേഗം പറയൂ. വാട്ട് ഇസ് ഇറ്റ്? ക്യുക്ക്, ഹറി അപ്പ്, വേഗം പറയൂ എന്ന് പറഞ്ഞു. ദ ഗാർഡ് സോ മീ കം ഇൻ ഹിയർ and I mustn't stay long. Just hang on a few more weeks. The war will be over by spring at the latest. പറയുന്നത്, ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് ഗാർഡ്സ് കണ്ടിരുന്നു, അതുകൊണ്ട് എനിക്കിവിടെ കൂടുതൽ നേരം നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ കുറച്ച് നേരം കൂടി ക്ഷമിച്ചിരിക്കൂ. സ്പിൽമാനോട് ഓഫീസർ പറയുന്നതാണ് കേട്ടോ. നിങ്ങൾ കുറച്ച് നാളും കൂടി വെയിറ്റ് ചെയ്തിരിക്കും, 2-3 ആഴ്ച കൂടി വെയിറ്റ് ചെയ്യൂ. അത് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഈ യുദ്ധം അവസാനിക്കും. എന്തായാലും സ്പ്രിങ് ആവുന്നതോടുകൂടി, ലേറ്റസ്റ്റ് ബൈ സ്പ്രിങ്, മാക്സിമം സ്പ്രിങ് വരെ പോവുള്ളൂ, അപ്പോൾ തന്നെ യുദ്ധം അവസാനിക്കും എന്ന് പറഞ്ഞു. ദ വോയിസ് ഫെൽ സൈലൻറ്റ്. ഐ ഡിഡ് നോട്ട് നോ ഇഫ് ദ ഓഫീസർ വാസ് സ്റ്റിൽ ദർ ഓർ ഇഫ് ഹി ഹാഡ് ഗോൺ. ബട്ട് സഡൻലി ഹി സ്പോക്ക് അഗെയിൻ. യു മസ്റ്റ് ഹാങ് ഓൺ. ഡു യു ഹിയർ? പെട്ടെന്ന് സൗണ്ട് അങ്ങ് ഇല്ലാണ്ടായി, സൈലൻ്റായി അവിടെ. അപ്പോൾ ഇനി അയാൾ പോയോ ഇല്ലയോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അയാൾ പോയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വീണ്ടും അയാൾ പറഞ്ഞു, നിങ്ങൾ ഹാങ് ഓൺ ചെയ്ത് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്ത ക്ഷമയോട് കൂടി കാത്തിരുന്നേ പറ്റുള്ളൂ. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഡു യു ഹിയർ? നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. ഹിസ് വോയിസ് സൗണ്ടഡ് ഹാഷ്, ഓൾമോസ്റ്റ് ആസ് ഇഫ് ഹി വർ ഗിവിംഗ് ആൻ ഓർഡർ, കൺവിൻസിങ് മീ ഓഫ് ഹിസ് അൺയീൽഡിംഗ് ബിലീഫ് ദാറ്റ് ദ വാർ വുഡ് എൻഡ് വെൽ ഫോർ us. Only then did I hear the quiet sound of the attic door closing. അദ്ദേഹത്തിൻ്റെ സൗണ്ട് കുറച്ച് ഹാഷായിരുന്നു. എനിക്കൊരു ഓർഡർ തരുന്ന പോലെ, നീ കുറച്ച് നാളും കൂടി വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ, അപ്പോഴത്തേക്കും എന്തായാലും യുദ്ധം അവസാനിക്കുമെന്ന് ഒരു ഓർഡർ തരുന്ന പോലെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്, കുറച്ച് ഹാഷായ വോയിസിൽ. അപ്പോൾ എന്നെ കൺവിൻസ് ചെയ്യിക്കുകയായിരുന്നു, എന്തായാലും യുദ്ധം അടുത്ത് തന്നെ തീരുമെന്നുള്ള രീതിയിൽ എന്നെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അൺയീൽഡിങ് എന്ന് പറഞ്ഞാൽ ദൃഢമായ വിശ്വാസം, അദ്ദേഹത്തിന് ദൃഢമായ വിശ്വാസം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എന്നിട്ട് അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ആ ആറ്റിക്കിൻ്റെ ഡോറ് അടയുന്ന സൗണ്ടും കേട്ടു. അപ്പോൾ അയാൾ വെളിയിൽ പോയി, അല്ലേ, സോൾജിയർ വെളിയിൽ പോയി. മൊണോട്ടണസ് ഹോപ്പ്ലെസ് വീക്സ് പാസ്ഡ് ബൈ. മൊണോട്ടണസ് എന്ന് പറഞ്ഞാൽ വിരസമായിട്ടുള്ള ഒരേ രീതിയിലുള്ള ഒരു മാറ്റമില്ലാണ്ട് തുടർന്ന് പോകുന്ന ഹോപ്പ്ലെസ്, പ്രതീക്ഷയറ്റ ആഴ്ചകൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. ഐ ഹേർഡ് ലെസ് ആൻഡ് ലെസ് ആർട്ടിലറി ഫയർ. പീരങ്കികളുടെയുള്ള സൗണ്ട് വളരെ കുറഞ്ഞു വന്നു. There were days when not a single shot broke the silence. ഒരു ദിവസം ഒരു വെടിയച്ച പോലും കേൾക്കാത്ത ദിവസങ്ങളും ഉണ്ടായിരുന്നു. Soldiers went up and down the stairs, often bringing large packages up to the attic and fetching others down. ഈ പട്ടാളക്കാരൊക്കെ നമ്മുടെ ഈ ആറ്റിക്കിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ സഞ്ചികളും സാധനങ്ങളും ബാഗുകളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, താഴേക്ക് എടുക്കുന്നുണ്ടായിരുന്നു, പിന്നെ മേലേക്ക് വെക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് മൈ ഹൈഡിങ് പ്ലേസ് വാസ് വെൽ ചോസൺ. എൻ്റെ ഹൈഡിങ് പ്ലേസ് വളരെ നല്ലോണം ശ്രദ്ധയോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ടുള്ളതാണ്. നോ വൺ എവർ തോട്ട് ഓഫ് സെർച്ചിങ് ദ ലോഫ്റ്റ്. ആരും ഒരിക്കലും വന്നിട്ട് ഈ ലോഫ്റ്റിനുള്ളിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടില്ല. ഇവിടെ തട്ടമ്പുറത്ത് ആൾക്കാർ വരുന്നുണ്ട്, അവരുടെ സാധനങ്ങളൊക്കെ എടുക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ ലോഫ്റ്റ് അതിൻ്റെ ഉള്ളിലുള്ള ഈ അറയിലേക്ക് ആരും വന്ന് നോക്കുന്നില്ല. ഓൺ 12th December, the officer came for the last time. He brought me a larger supply of bread than before and a warm eider-down. 12th December ഈ ഓഫീസർ അവസാനമായിട്ട് വന്നത്. അദ്ദേഹം മുമ്പ് കൊണ്ടുവന്നതിനേക്കാൾ മുമ്പ് ബ്രെഡ് കൊണ്ട് കൊടുത്തിരുന്നു, അതിനേക്കാൾ കൂടുതൽ ബ്രെഡ് ഇത്തവണ കൊണ്ട് കൊടുത്തു. മാത്രമല്ല ഒരു ചൂടുള്ള ഒരു ഏജഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കിടക്കയാണ്. ഓക്കെ, അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിടക്കി അദ്ദേഹത്തിന് കൊണ്ട് കൊടുത്തു. He told me he was leaving Warsaw with his detachment and I must on no account lose heart. പറയുന്നത്,
അദ്ദേഹം വാസോ എന്ന് പറയുന്ന സ്ഥലത്താണ് യുദ്ധം നടക്കുന്നത് കേട്ടോ. ഈ സ്ഥലം വിട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഡിറ്റാച്ച്മെൻറ്റോടുകൂടി. ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൈനിക സഖ്യമാണ് കേട്ടോ. പ്രത്യേക ദൗത്യത്തിനായി അയക്കുന്ന ചെറിയ സൈനിക സഖ്യത്തിന് പറയുന്ന പേരാണ് ഡിറ്റാച്ച്മെൻറ്റ്. അദ്ദേഹത്തിനോട് ആ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ കൂടെ അദ്ദേഹം പോവുകയാണ്. പിന്നെ നിങ്ങൾ എന്താണ് ക്ഷമയോടുകൂടി ഇനിയും കാത്തിരിക്കണം. ഹാർട്ട്, അതായത് നിങ്ങളുടെ ലൂസ് ഹാർട്ട് എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾ ക്ഷമയൊന്നും കൈവിടാൻ പാടില്ല. എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷ കൈവിടാൻ പാടില്ല. എന്തായാലും യുദ്ധം അവസാനിക്കുമെന്ന് അദ്ദേഹം ധൈര്യം കൊടുത്തിട്ടാണ് പോകുന്നത്. ഡിറ്റാച്ച്മെൻറ്റിന് വേറെ അർത്ഥമുണ്ട് അല്ലേ? എന്താ, ജീവിതത്തിൽ നിന്നെല്ലാം ഡിറ്റാച്ച്ഡ് ആവുക എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ ഇതിൻ്റെ അർത്ഥം എന്താണ്, ഒരു സൈനിക സഖ്യം എന്നാണ് കേട്ടോ. ബട്ട് ഹൗ വിൽ ഐ സർവൈവ് ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ്, ഐ ആസ്ക്ഡ് ആങ്ഷ്യസ്ലി. എന്താണ്, ഇദ്ദേഹം പോകാമെന്ന് കേട്ടപ്പോഴത്തേക്കും ആകെ ടെൻഷനായി എനിക്ക്. അപ്പോൾ ഞാൻ ചോദിക്കലാണ്, ഞാൻ എങ്ങനെയാണ് ഈ സ്ട്രീറ്റ് തെരുവിൽ നടക്കുന്ന ഈ ഫൈറ്റിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് ഞാൻ വളരെ ക്യൂരിയസ് ആയി, വളരെ ടെൻഷനോടുകൂടി ചോദിച്ചു. If you and I have survived this inferno for over 5 years, he replied, it's obviously God's will for us to live. എന്താണ്, ഞാനും നീയൊക്കെ 5 വർഷമായിട്ട് ഈ യുദ്ധകാലത്ത് ഈ ഒരു ദുരിതകാലം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ നമ്മൾ തരണം ചെയ്തു. ഇൻഫേർണോ എന്ന് പറഞ്ഞാൽ എന്താണ്, നരക ജീവിതം. യുദ്ധകാലത്തെ ഭീകരവും ദുരിതകരവുമായ ജീവിതത്തെക്കുറിച്ച് പറയുന്നതാണ് ഇൻഫേർണോ കേട്ടോ. ഈ നരകത്തിൽ നമ്മൾ ഈ 5 വർഷമായിട്ട് നമ്മൾ പിടിച്ചു നിൽക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവം നമ്മളെ തീർച്ചയായും രക്ഷിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വി ഹാഡ് ഓൾറെഡി സെറ്റ് ഗുഡ് ബൈ ആൻഡ് ഹി വാസ് അബൌട്ട് ടു ഗോ when an idea came to me at the last moment. I had long been racking my brains for some way of showing him my gratitude. എന്താണ്, അങ്ങനെ അദ്ദേഹം ഗുഡ് ബൈ പറഞ്ഞ് പോകാൻ നോക്കുമ്പോൾ അയാൾ ഇങ്ങനെ ആലോചിക്കലാണ് അല്ലേ. എന്താണ് അവിടെ പറയുന്നത്, റാക്കിംഗ് മൈ ബ്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്, റാക്കിംഗ് മൈ ബ്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തലപുകഞ്ഞ് ആലോചിക്കുക. അതിനാണ് അങ്ങനെ പറയുക, റാക്കിംഗ് മൈ ബ്രെയിൻസ് എന്ന് പറയാം കേട്ടോ. തലപുകഞ്ഞ് ആലോചിക്കുക, ഞാൻ എങ്ങനെ അദ്ദേഹത്തെ രക്ഷിക്കുക, എന്തെങ്കിലും ഒരു സഹായം ഞാൻ തിരിച്ച് ചെയ്യണം. ഇത്രയും വലിയൊരു സഹായം എനിക്ക് ചെയ്ത വ്യക്തിയെ ഞാൻ എങ്ങനെ തിരിച്ച് സഹായിക്കുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കലാണ്. അങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് എനിക്കൊരു ഐഡിയ വന്നത്. എന്താണ്, ലിസൺ, ശ്രദ്ധിക്കൂ. I took his hand and began speaking urgently. I never told you my name. You didn't ask me, but I want you to remember it. Who knows what may happen. എന്താ പറയുന്നത്, ഞാനൊരിക്കലും എൻ്റെ പേര് നിങ്ങളോട് പറഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങൾ എൻ്റെ പേര് ഓർമ്മിച്ച് വെക്കണം എന്ന്. ഇനി എന്താണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ പേര് ഓർമ്മിച്ച് വെക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് സ്പിൽമാൻ പറഞ്ഞു. You have a long way to go home. If I survive, I will definitely be working for Polish radio again. I was there before the war. If anything happens to you, if I can help you, then in any way, remember my name, Spillman, Polish radio. He smiled his usual smile, half shy and embarrassed. എന്താ പറയുന്നത്, ഇനിയും ഒരുപാട് കാലം നമുക്കിങ്ങനെ പോകേണ്ടതുണ്ടല്ലേ. യു ഹാവ് എ ലോങ് വേ ടു ഗോ ഹോം എന്ന് പറഞ്ഞാൽ വീട്ടിലെത്താൻ കുറേ ദൂരം ഉണ്ടെന്നല്ല ആക്ച്വലി. അതായത് നമ്മുടെയൊക്കെ ജീവിതം ഇനി ഒരുപാട് കാലം ഇങ്ങനെ പോകാനുണ്ട്. സോ ഞാൻ ഈ യുദ്ധത്തിൽ നിന്ന് ഞാൻ സർവൈവ് ചെയ്യാൻ, ഞാൻ രക്ഷപ്പെടുകയാണെങ്കിൽ ഞാൻ ഇനിയും പോളിഷ് റേഡിയോയിൽ വർക്ക് ചെയ്യും. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു സഹായം ആവശ്യം വന്നാൽ എൻ്റെ പേര് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. സ്പിൽമാൻ എന്നാണ് പോളിഷ് റേഡിയോയിൽ ഞാൻ വർക്ക് ചെയ്യുന്നു എന്ന് പറയലാണ്. അപ്പോൾ എന്താണ്, ഹി സ്മൈൽ ഹിസ് യൂഷ്വൽ സ്മൈൽ. അദ്ദേഹത്തിൻ്റെ എപ്പോഴും ഉള്ള ആ ഒരു എന്താണ് ചിരിച്ചു. എംബാരസ്ഡ് പറഞ്ഞാൽ ഒരു ലജ്ജയോടുകൂടി, ലജ്ജയോടുകൂടി അദ്ദേഹം ചിരിച്ചു. But I felt I had given him pleasure with my naive wish to help him. പക്ഷേ എനിക്ക് വളരെ സന്തോഷമായി, കാരണം എൻ്റെ സത്യസന്ധമായ, അദ്ദേഹത്തെ സഹായിക്കണമെന്നുള്ള എൻ്റെ സത്യസന്ധമായ ആഗ്രഹം അദ്ദേഹത്തെ അറിയിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. The first hard frost came in the middle of December. വളരെ തണുത്ത തണുപ്പ് തുടങ്ങി. Christmas came and then the New Year, 1945. The 6th Christmas and New Year celebrations of the war. And the worst I had known. എന്താ പറയുന്നത്, യുദ്ധം തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 5 വർഷമായില്ലേ. ഇത് 6ാമത്തെ ക്രിസ്മസ് ആണ്. ന്യൂ ഇയറും വരാൻ പോകലാണ്. തണുപ്പ് കാലമൊക്കെ കഴിഞ്ഞു. പിന്നെ എന്താ പറയുന്നത്, ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കാലഘട്ടമാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ന്യൂ ഇയറും ക്രിസ്മസ് സെലിബ്രേഷനൊക്കെയാണ് നടക്കുന്നത്. I lay in the dark, listening to the stormy wind. I heard the squeaking and rustling of rats and mice running back and forth in the attic. തട്ടുംപുറത്തുകൂടി എലി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒച്ചയൊക്കെ എനിക്ക് കേൾക്കാമായിരുന്നു. എന്താ പറയുന്നത്, റണ്ണിങ് ബാക്ക് ആൻഡ് ഫോർത്ത് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സൗണ്ട് എനിക്ക് കേൾക്കാമായിരുന്നു. പിന്നെ ഐ ഹേർഡ് ദ സ്ക്വീക്കിംഗ് ആൻഡ് റസ്ലിംഗ് ഓഫ് റാറ്റ്സ്. എലികളുടെ കരകര സൗണ്ടൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. ആ ഇരുട്ടിൽ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുമ്പോൾ എനിക്ക് ആ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇൻ മൈ മൈൻഡ് ഐ വെൻറ്റ് ഓവർ എവറി ക്രിസ്മസ് ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദ വാർ. എന്താണ്, എൻ്റെ മനസ്സിൽ ഞാൻ അന്നേരം യുദ്ധത്തിന് മുമ്പും ശേഷമൊക്കെയുള്ള ക്രിസ്മസിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. At first, I had a home,
പാരൻസ്, 2 sisters ആൻഡ് എ ബ്രദർ. ആദ്യം എനിക്ക് ഒരു വീടുണ്ടായിരുന്നു, എൻ്റെ പാരൻസ് ഉണ്ടായിരുന്നു, 2 sisters, 2 സഹോദരിമാരും ഒരു സഹോദരനും ഉണ്ടായിരുന്നു. Then we had no home of our own. Anymore. But we were together. പിന്നീട് വീട് നഷ്ടപ്പെട്ടു, പക്ഷെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു. Later I was alone, but surrounded by other people. പിന്നീട് എൻ്റെ ഫാമിലി എനിക്ക് നഷ്ടപ്പെട്ടു, പക്ഷേ എൻ്റെ ചുറ്റിലും മറ്റുള്ള ആൾക്കാരുണ്ടായിരുന്നു. And now I was lonelier, I supposed, than anyone else in the world. I had to be alone, entirely alone if I wanted to live. എന്താ പറയുന്നത്, ഇപ്പം എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, ആരും എനിക്ക് കൂട്ടിലാണ്, ഞാൻ ഒറ്റയ്ക്കാണ്. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് എനിക്കിപ്പോൾ ജീവിതം, എൻ്റെ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് ഏറ്റവും സേഫ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. On 14th January, unusual noises in the building and the street outside woke me. ജനുവരി 14 എന്തോ അൺയൂഷ്വൽ ആയിട്ടുള്ള, സ്വാഭാവികമല്ലാത്ത എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തുനിന്നൊക്കെ. അത് കേട്ടുകൊണ്ടാണ് ഞാൻ ഉണർന്നത്. Soldiers ran up and down the stairs and I heard agitated, nervous voices. സോൾജിയേഴ്സ് ഇങ്ങനെ സ്റ്റെപ്സൊക്കെ കയറി ഇറങ്ങുന്നതും ഓടുന്നതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ്, വളരെ നെർവസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അജിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് ഉത്കണ്ഠയോട് കൂടിയുള്ള സൗണ്ടൊക്കെ എനിക്ക് കേൾക്കാൻ തുടങ്ങി. ഏർലി ഇൻ ദ മോർണിംഗ് ഓഫ് 15th January, the sound of artillery from the previously silent front was heard. നമ്മൾ മുമ്പ് സൈലൻ്റ് ആയിരുന്നു, അവിടെ വലിയ രീതിയിലുള്ള ആർട്ടിലറി, അതായത് വെടിശബ്ദമൊന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ നിന്ന് വീണ്ടും ഈ ആർട്ടിലറി വർക്ക്, ഈ എന്താണ് സൗണ്ട് കേൾക്കാൻ തുടങ്ങി, യുദ്ധത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടി തുടങ്ങി. The ground and the walls of the building shook under the constant dull thunder. എന്താ പറയുന്നത്, അവിടെയുള്ള ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ചുമരും ഒക്കെ ഇളകാൻ തുടങ്ങി അങ്ങനെയുള്ള ഈ വെടിവെച്ച കേട്ടിട്ട്. 3 hours later, the heavy artillery fire died down again. ഒരു 3 മണിക്കൂറുകൾക്ക് ശേഷം ആ ആർട്ടിലറി എന്താണ് തോക്കിൻ്റെ ശബ്ദമൊക്കെ കുറഞ്ഞു. But I was as nervous as ever. ഞാൻ ഒരിക്കലും ഇല്ലാത്ത അത്രയും ഞാൻ നെർവസായി മാറി. I did not sleep at all that night. ഞാൻ ആ രാത്രി ഉറങ്ങിയതേ ഇല്ല. The street fighting would begin at any moment and I could be killed. ഇവിടെ സ്ട്രീറ്റിൽ എപ്പോൾ വേണമെങ്കിലും യുദ്ധം തുടങ്ങാം, ഞാൻ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം എന്നുള്ള പേടിയിൽ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ച് കിടന്നു, പേടിച്ച് കിടന്നു. The night passed peacefully. പക്ഷേ ആ രാത്രി വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് സമാധാനത്തോടു കൂടി കടന്നുപോയി. Around 1 o'clock, I heard the remaining Germans leaving the building. 1 മണിയൊക്കെ ആയപ്പോൾ ബാക്കിയുള്ള ജർമ്മൻ പീപ്പിൾ കൂടി ആ ബിൽഡിംഗ് വിട്ട് പോകുന്നതായിട്ട് ഞാൻ കേട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ സൈലൻസ് ഫെൽ, അങ്ങനെ ഫുൾ സൈലൻസായി, ഫുൾ നിശബ്ദതയായി. I could not even hear the steps of the guards outside the building. ഈ ബിൽഡിങ്ങിൻ്റെ വെളിയിലും അകത്തും പുറത്തും ഒന്നും ഒരു സൗണ്ടും, ഗാർഡ്സിൻ്റെ സൗണ്ട് ഒന്നും എനിക്ക് കേൾക്കാണ്ടായി. Not until the early hours of the next day was the silence broken by a loud and resonant noise. എന്താ പറയുന്നത്, പിറ്റേ ദിവസം രാവിലെ ഒരു അതുവരെയൊക്കെ സൈലൻ്റ് ആയിരുന്നു, നിശബ്ദമായിരുന്നു. പക്ഷെ പെട്ടെന്ന് രാവിലെ ആയപ്പോൾ എന്താണ്, ഏർലി മോർണിംഗ് തന്നെ എന്തായി, ഒരു റെസൊണൻറ്റ് നോയ്സ്, മുഴങ്ങുന്ന ശബ്ദം കേട്ടു. അങ്ങനെ ആ സൈലൻസ്, ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആ ശബ്ദം വന്നു. the last sound I had expected. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന സൗണ്ടായിരുന്നു അത്. എന്തായിരുന്നു അത്? Radio loudspeakers set up somewhere nearby were broadcasting announcements in Polish of the defeat of Germany and the liberation of Warsaw. എന്താണ്, വളരെ സന്തോഷമുള്ള ന്യൂസാണ്. അവിടെ റേഡിയോയിൽ വലിയ ലൗഡ് സ്പീക്കർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് ഇതായിരുന്നു, ബ്രോഡ്കാസ്റ്റിംഗ് നടക്കുന്നുണ്ട്, ഇതായിരുന്നു എന്താണ്, പോളിഷ് ജർമ്മനി, അതായത് ജർമ്മനിയെ തോൽപ്പിച്ചു എന്നും വാർസോ സ്വതന്ത്രമായി എന്നുള്ള വാർത്തയായിരുന്നു അവിടെ ഉച്ചത്തിൽ മുഴുകിക്കൊണ്ടിരുന്നത്. The Germans had withdrawn without a fight. എന്താണ്, ജർമ്മൻ പീപ്പിൾ എന്താണ് ഒരു വലിയ ഫൈറ്റൊന്നും ചെയ്യാണ്ട് തന്നെ അവിടുന്ന് രാജ്യം വിട്ടു പോയി. As soon as it began to get light, I prepared feverishly for my first venture out. എന്താണ്, ലൈറ്റ് ആകുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് അല്ലേ, ഫീവറിഷ്ലി എന്ന് പറഞ്ഞാൽ വളരെ ആവേശത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയായി നിന്നു. My officer had left me a German military overcoat to keep me from freezing. ആ ഓഫീസറല്ലേ, നമ്മുടെ ജർമ്മൻ ഓഫീസർ, ഇദ്ദേഹത്തിന് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ജർമ്മൻ്റെ ഒരു ഓവർകോട്ട് കൊടുത്തിട്ടാണ്, ജർമ്മൻ മിലിറ്ററിൻ്റെ ഒരു ഓവർകോട്ടും കൊടുത്തിട്ടാണ് പോയത്. I had already put it on when I suddenly heard the rhythmic footsteps of guards out in the road again. Had the Soviet and Polish troops withdrawn then?
എന്താണ് പെട്ടെന്ന് ആ ഒരു കാലടി ശബ്ദം പോലെ കേട്ടപ്പോൾ റിത്തമിക് എന്ന് താളത്തോടുകൂടിയുള്ള പട്ടാളക്കാരുടെ താളത്തോടുകൂടിയുള്ള ശബ്ദം, ആ ഒരു ബൂട്ടിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ആ ജർമ്മൻ മിലിറ്ററി കോട്ട് എടുത്തിട്ടിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ആകെ സംശയമായി, ഇനി ഇത് ജർമ്മൻ പട്ടാളക്കാർ തന്നെയാണോ വരുന്നത്, അവരിവിടെ വിട്ടു പോയിട്ടില്ലേ എന്നുള്ള ആകെ സങ്കടവും ടെൻഷനും അദ്ദേഹത്തിനായി. I sank on my mattress, utterly dejected, and lay there until something new came to my ears. The voices of women and children. At all costs, I had to get information. എന്താ പറയുന്നത്, ഐ സാങ്ക് ഓൺ മൈ മാട്രസ്, ഞാൻ ആ മാട്രസിലെ കിടക്കയിലേക്ക് തന്നെ കമന്ന് കിടന്നു. അദ്ദേഹം കൊടുത്ത കിടക്കയുണ്ടല്ലോ അതിലേക്ക് കിടന്നു. സാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, മുങ്ങുക, സിങ്ക് മുങ്ങുക, സാങ്ക് മുങ്ങി എന്നാണ്. പക്ഷേ ഇവിടെ മുങ്ങുക എന്നുള്ള അർത്ഥമില്ല, ഇവിടെ ആ കിടക്കയിലേക്ക് എന്താണ് കമന്ന് കിടക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അറ്റർലി ഡിജക്റ്റഡ്, ഫുൾ നിരാശനായി, വളരെ നിരാശയോടുകൂടി ആ കിടക്കയിലേക്ക് കിടന്നു. എന്നിട്ടോ പെട്ടെന്ന് എൻ്റെ കാതിലേക്ക് എന്തോ ഒന്ന് പുതിയൊരു സൗണ്ട് വന്നു. എന്താണ് സൗണ്ട്? കുട്ടികളുടെയും സ്ത്രീകളുടെയും സൗണ്ട് വന്നു. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് സമാധാനമായി. അപ്പോൾ അതിൽ ചിന്തിക്കുകയാണ്, എങ്ങനെയോ എന്ത് വില കൊടുത്തും എനിക്ക് പുതിയ ഇൻഫർമേഷൻ കിട്ടിയേ തീരുള്ളൂ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഐ റാൻ ഡൗൺ സ്റ്റെയർസ്, പുട്ട് മൈ ഹെഡ് ഔട്ട് ഓഫ് ദ ഫ്രണ്ട് ഡോർ ആൻഡ് ലുക്ക്ഡ് ഔട്ട്. ഞാൻ ആ സ്റ്റെപ്സ് ഓടി ഇറങ്ങി, താഴത്തേക്ക് ഓടി ഇറങ്ങി എൻ്റെ തല പുറത്തേക്ക് ഇട്ടിട്ട് പതുക്കെ പുറത്തേക്ക് നോക്കി. ഇറ്റ് വാസ് എ ഗ്രേ മിസ്റ്റി മോർണിംഗ്. രാവിലെ ആയിരുന്നു. എങ്ങനെയാണ്, മൂടൽമഞ്ഞോട് കൂടിയുള്ള ഒരു രാവിലെ ആയിരുന്നു അത്. ടു മൈ ലെഫ്റ്റ്, നോട്ട് ഫാർ അവേ, സ്റ്റുഡ് എ വുമൺ സോൾജിയർ ഇൻ എ യൂണിഫോം ദാറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ അറ്റ് ദിസ് ഡിസ്റ്റൻസ്. എൻ്റെ ഇടതുവശത്തായിട്ട് ഒരു വുമൺ സോൾജിയർ, ഒരു സ്ത്രീ പട്ടാളക്കാരി നിൽക്കുന്നുണ്ടായിരുന്നു, യൂണിഫോമൊക്കെ ഇട്ടിട്ട്. പക്ഷേ ഈ ദൂരത്തു നിന്ന് അവരെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെയോ, എ വുമൺ വിത്ത് എ ബണ്ടിൽ ഓൺ ഹെർ ബാക്ക് വാസ് അപ്രോച്ചിങ് ഫ്രം മൈ റൈറ്റ്. പുറത്ത് എന്തോ വെച്ച് കെട്ടിയിട്ട് ഒരു സ്ത്രീ എൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് എൻ്റെ നേരെ വരുന്നുണ്ടായിരുന്നു. വെൻ ഷി കെയിം ക്ലോസർ ഐ വെഞ്ചർ ടു സ്പീക്ക് ടു ഹെർ. അവൾ എൻ്റെ അടുത്തേക്ക് എത്താൻ ആയപ്പോൾ ഞാൻ അവളോട് സംസാരിക്കാൻ വേണ്ടി തുനിഞ്ഞു. ഹലോ, എക്സ്ക്യൂസ് മീ, ഐ കോൾഡ് ഇൻ എ മ്യൂട്ടഡ് വോയിസ്, ബെക്കനിങ് ഹെർ ഓവർ. അവരെൻ്റെ അടുത്തെത്താനായപ്പോൾ ഞാൻ അവരെ വിളിച്ചു. എങ്ങനെയാണ്, ഹലോ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ കാണിച്ചിട്ട് ആംഗ്യം കാണിച്ച് വിളിച്ചു. ബെക്കനിങ് എന്ന് പറഞ്ഞാൽ ആംഗ്യം കാണിച്ച് വിളിക്കുന്നതിനാണ് പറയാം കേട്ടോ. അങ്ങനെ വിളിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഷി സ്റ്റേർഡ് അറ്റ് മീ. അവൾ എന്നെ തുറിച്ചു നോക്കി. ഡ്രോപ്ഡ് ഹെർ ബണ്ടിൽ ആൻഡ് ടുക്ക് ടു ഹെർ ഹീൽസ് വിത്ത് എ ഷ്രീക്ക് ഓഫ്. എ ജർമ്മൻ. എന്താ സംഭവം എന്താണ്? ഇദ്ദേഹം ഇട്ടിരിക്കുന്നത് ജർമ്മനിയുടെ മിലിറ്ററിൻ്റെ ഓവർകോട്ടാണ്. അത് കണ്ടിട്ട് ഈ സ്ത്രീ വിചാരിച്ചു ഇദ്ദേഹം ഒരു ജർമ്മൻ പോലീസ് ഓഫീസറാണെന്ന് വിചാരിച്ചിട്ട്, മിലിറ്ററി ആണെന്ന് വിചാരിച്ചിട്ട് അവർ ഒച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട്, ഷ്രീക്ക് എന്ന് പറഞ്ഞാൽ നിലവിളി എന്നാണ്, നിലവിളിച്ചുകൊണ്ട് എ ജർമ്മൻ എന്ന് പറഞ്ഞിട്ട് ഓടി അവർ. ഇമ്മീഡിയറ്റ്ലി the guard turned, saw me, aimed and fired her machine pistol. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നിരുന്ന ആ ഗാർഡ് അവരെന്നെ കണ്ടു, പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് അവരെനിക്ക് നേരെ വെടിയുതിർത്തു. ദ ബുള്ളറ്റ്സ് ഹിറ്റ് ദ വോൾ. ആ ബുള്ളറ്റ് വന്നിട്ട് ചുമരിൽ കൊണ്ടു. ആൻഡ് വിത്തൗട്ട് തിങ്കിങ് ഐ റഷ്ഡ് അപ്പ് ദ സ്റ്റെയേഴ്സ് ആൻഡ് ടുക്ക് റിഫ്യൂജി ഇൻ ദ അറ്റിക്. പെട്ടെന്ന് ഒന്നും ആലോചിക്കും, ഞാൻ ഓടി മേലെ നമ്മുടെ അവിടെ തന്നെ ഓടിക്കേറി, അല്ലേ, തട്ടുമ്പുറത്തേക്ക് തന്നെ ഓടിക്കേറി അവിടെ പോയി അഭയം പ്രാപിച്ചു വീണ്ടും. ലുക്കിംഗ് ഔട്ട് ഓഫ് മൈ ലിറ്റിൽ വിൻഡോ എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ ഐ സോ ദാറ്റ് ദ ഹോൾ ബിൽഡിംഗ് വാസ് സറൗണ്ടഡ്. അപ്പോൾ എന്താണ്, അവിടെ മേലെ നിന്ന് ചെറിയൊരു വിൻഡോൻ്റെ ഉള്ളിൽ കൂടി ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ എന്താ കണ്ടത്? ഈ ബിൽഡിംഗ് മുഴുവൻ പട്ടാളക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് കണ്ടു. ഐ ഹേർഡ് സോൾജിയേഴ്സ് കോളിംഗ് ടു ഈച്ച് അതർ ആൻഡ് ദെൻ ദ സൗണ്ട് ഓഫ് ഷോട്ട്സ് ആൻഡ് എക്സ്പ്ലോഡിംഗ് ഹാൻഡ് ഗ്രനേഡ്സ്. എന്താണ്, ഇദ്ദേഹം ഒരു ജർമ്മൻ പട്ടാളക്കാരനാണ് എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് മുഴുവൻ ഗാർഡ്സും വന്നിട്ട് ഇങ്ങനെ ബിൽഡിങ്ങിന് ചുറ്റും വളഞ്ഞു നിൽക്കലാണ്. പിന്നെ അവിടെ വെടിയുതിർക്കുന്നതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തെ വെടിവെക്കാൻ വേണ്ടിയിട്ടാണത്, അല്ലേ? യെസ്. ദിസ് ടൈം മൈ സിറ്റുവേഷൻ വാസ് അബ്സേർഡ്. എന്താ പറയുന്നത്, എൻ്റെ അവസ്ഥ ശരിക്കും ഈ പ്രാവശ്യം ശരിക്കും ഒരു എന്താ പറയുക, വല്ലാത്തൊരു അസംബന്ധമായിട്ടുള്ളൊരു അവസ്ഥയാണ്, അല്ലേ? അബ്സേർഡ് എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് എൻ്റെ. എന്തുകൊണ്ടാണ്? ഐ വാസ് ഗോയിങ് ടു ബി ഷോട്ട് ബൈ പോളിഷ് സോൾജിയേഴ്സ് ഇൻ ലിബറേറ്റഡ് വാസോ. എന്താണ്, ഓൺ ദ വെരി വേർജ് ഓഫ് ഫ്രീഡം. ഫ്രീഡത്തിൻ്റെ വക്കിലെത്തിയിട്ട് എൻ്റെ തന്നെ ആൾക്കാർ, പോളിഷ് ആൾക്കാർ എന്നെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി പോവുകയാണ്. ഫീവറിഷ്ലി ഐ ബിഗാൻ ടു വണ്ടർ ഹൗ ഐ കുഡ് മേക്ക് ദം റിയലൈസ് ദാറ്റ് ഐ വാസ് പോളിഷ് ബിഫോർ ദ ഡിസ്പാച്ച് മീ ടു ദ നെക്സ്റ്റ് വേൾഡ് ആസ് എ ജർമ്മൻ ഇൻ ഹൈഡിങ്. ഒരു ഒളിച്ചിരിക്കുന്ന ജർമ്മൻകാരനാണ് എന്ന് വിചാരിച്ചിട്ട് അവരെന്നെ വേറൊരു ലോകത്തേക്ക് എത്തിക്കുന്നതിന് മുമ്പിൽ ഞാനൊരു ജർമ്മൻ അല്ല, ഞാനൊരു എന്താണ് പോളിഷുകാരനാണ്, ജൂതനാണ് എന്ന് എങ്ങനെ അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാമെന്ന് മനസ്സിലാക്കാമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഐ ബിഗാൻ കമ്മിങ് ഡൗൺ ദ സ്റ്റെയേഴ്സ് ഷൗട്ടിങ് ആസ് ലൗഡ് ആസ് ഐ കുഡ്, ഡോണ്ട് ഷൂട്ട്, ഐ ആം പോളിഷ്. എന്താണ്, ഞാനൊരു പോളണ്ടുകാരനാണ്, ഞാനൊരു പോളിഷാണ്, എന്നെ ദയവേത് ഷൂട്ട് ചെയ്തതെന്ന് ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്റ്റെയേഴ്സ് ഇറങ്ങി വന്നു. വെരി സൂൺ ഐ ഹേർഡ് സ്വിഫ്റ്റ്
ഫുഡ് സ്റ്റെപ്സ് ക്ലൈംബിങ് ദ സ്റ്റെയർസ്. പെട്ടെന്ന് തന്നെ ഒരു സോഫ്റ്റായിട്ടൊരു ഫുഡ് സ്റ്റെപ്സ് കയറി വരുന്ന പോലെ എനിക്ക് തോന്നി. ദ ഫിഗർ ഓഫ് എ യങ് ഓഫീസർ ഇൻ പോളിഷ് യൂണിഫോം വിത്ത് ദ ഈഗിൾ ഓൺ ഹിസ് ക്യാപ്പ് കെയിം ഇൻ ടു വ്യൂ. ഒരു പോളിഷ് ഓഫീസർ യൂണിഫോമൊക്കെ ഇട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഹി പോയിൻറ്റഡ് എ പിസ്റ്റൾ അറ്റ് മീ ആൻഡ് ഷൗട്ടഡ് ഹാൻഡ്സ് അപ്പ്. അദ്ദേഹം എൻ്റെ നേരെ ഒരു തോക്ക് യൂണിറ്റ് പറഞ്ഞു, ഹാൻഡ്സ് അപ്പ്, കൈ ഉയർത്താൻ വേണ്ടി പറഞ്ഞു. ഐ റിപ്പീറ്റഡ് മൈ ക്രൈ ഓഫ് ഡോണ്ട് ഷൂട്ട്, ഐ എം പോളിഷ്. ഞാൻ വീണ്ടും ഒച്ചത്തിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ ദയവ് ചെയ്ത് വെടിവെക്കരുത്, ഞാനൊരു പോളണ്ടുകാരനാണ്, ദയവ് ചെയ്ത് എന്നെ വെടിവെക്കരുതേ എന്ന് പറഞ്ഞു. ദ ലെഫ്റ്റനൻറ്റ് വെൻറ്റ് റെഡ് വിത്ത് ഫറി. അദ്ദേഹത്തിന് ഫുൾ ദേഷ്യം വന്നു അല്ലേ. അദ്ദേഹം ദേഷ്യം കൊണ്ട് ചുവന്ന് തൊടുത്തു എന്നെല്ലാം പറയില്ല, അതാണ് FURY എന്ന് പറഞ്ഞാൽ ദേഷ്യം വരിക കേട്ടോ. ദെൻ വൈ ഇൻ ഗോഡ്സ് നെയിം ഡോണ്ട് യു കം ഡൗൺ. പിന്നെ ദൈവത്തെ നീ താഴെ ഇറങ്ങി വാ എന്ന് ദേഷ്യത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു. ഹി റോഡ്, അലറി വിളിച്ചു. ആൻഡ് വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദ ജർമ്മൻ കോട്ട്. നിങ്ങൾ എന്താ ഈ ജർമ്മൻ കോട്ടിൽ ചെയ്യുന്നത്, നീ എന്തിനാ ഈ ജർമ്മൻ കോട്ട് ഇട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. Only when the soldiers had taken a closer look at me and reviewed the situation did they really believe I was in German. എപ്പോഴാണ് അവർ വിശ്വസിച്ചത് ഒരു ജർമ്മൻ അല്ല ഞാനെന്ന് അവർ മനസ്സിലാക്കിയത് എപ്പോഴാണ് അവരെൻ്റെ അടുത്ത് വന്ന് നോക്കി. മുഴുവൻ ക്ഷീണിച്ചുള്ള അവസ്ഥയാണ്. ആ സിറ്റുവേഷനൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇയാളെ ഒരു ജർമ്മൻ അല്ല എന്ന് ഈ ഓഫീസേഴ്സ് വിശ്വസിച്ചത് അപ്പോഴാണ്. Then they decided to take me to their headquarters so that I could wash and have a meal. അവരെന്നെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടുന്ന് ഒരു കുളിക്കുകയൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ചു. ആഫ്റ്റർ 2 weeks, വെൽ കെയർഡ് ഫോർ ബൈ ദ മിലിറ്ററി, ഐ വാക്ക് ത്രൂ ദ സ്ട്രീറ്റ്സ് ഓഫ് വാസോ വിത്തൗട്ട് ഫിയർ, എ ഫ്രീ മാൻ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഓൾമോസ്റ്റ് 6 years. അങ്ങനെ പിറ്റേ 2 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ കുറച്ച് മിലിറ്ററിയുടെ പരിചരണം എല്ലാം കിട്ടി. അങ്ങനെ ഒരു ഉഷാറായി ക്ഷീണമൊക്കെ മാറി ഞാൻ വാസോവിൻ്റെ ടൗണിലേക്ക് കൂടി നടന്നു. ഒരു ഫ്രീ മാൻ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അല്ലേ, 6 വർഷങ്ങൾക്ക് ശേഷം വളരെ ധൈര്യത്തോടു കൂടി ഫ്രീ മാനായിട്ട് ഞാൻ ആ വാസോവിൻ്റെ ടൗണിലേക്ക് കൂടി നടന്നു. ഐ ലുക്ക്ഡ് ഓവർ ടു ദ നോർത്ത് ഓഫ് ദ സിറ്റി. ഞാനിങ്ങനെ ആ സിറ്റിയുടെ നോർത്ത് ഭാഗത്തേക്ക് നോക്കി. വേ ദ ഗട്ടോ ഹാഡ് ബീൻ, എവിടെയാണ് ഗട്ടോ ഉണ്ടായിരുന്നത് ആ സ്ഥലത്തേക്ക് നോക്കി. വേ 500,000 Jew had been murdered. ഒരു 500,000 Jews അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. There was nothing left of it. അവിടെ ഒന്നും ബാക്കിയില്ല. Tomorrow I must begin a new life with nothing but death behind me. I went on my way. ഞാൻ നാളെ മുതൽ പുതിയ ജീവിതം തുടങ്ങിയേ തീരുള്ളൂ. പക്ഷേ ഒന്നും ഇനി ബാക്കിയില്ല, എല്ലാം നശിച്ചു കഴിഞ്ഞു അല്ലേ. എന്നാലും ഞാൻ ഇനി വരാനുള്ളത് എനിക്ക് മരണം മാത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചേ കഴിയുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. അഡാപ്റ്റഡ് ഫ്രം ദ പിയാനിസ്റ്റ്. ദ പിയാനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പിൽമാൻ്റെ ജീവിതത്തിൽ നിന്നെടുത്തുള്ള ചെറിയൊരു പോർഷൻ മാത്രമാണ് എൻ്റെ ആറ്റിക് എന്ന് നമ്മൾ പഠിച്ചത് കേട്ടോ. ഇനി നോക്കിയേ, ചെറിയൊരു കോളത്തിൽ എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നോക്കൂ. വിൽം ഹോസൻഫീൽഡ്, ദ സോൾജിയർ ഹു സേവ്ഡ് വ്ലാഡിസ്ലോ സ്പിൽമാൻ, ഓൾസോ സേവ്ഡ് മെനി അതർ ഇൻഡിവിജ്വൽസ്. നമ്മുടെ സ്പിൽമാനെ സഹായിച്ച ഒരു ജർമ്മൻ ഓഫീസറെ കുറിച്ച് പറഞ്ഞിരുന്നല്ലേ, അദ്ദേഹമാണ് വിൽം ഹോസൻഫീൽഡ്. ഇദ്ദേഹത്തെ കൂടാതെ, ഈ സ്പിൽമാനെ കൂടാതെ ഒരുപാട് ആൾക്കാരെ ഇതുപോലെ സഹായിച്ചിട്ടുണ്ട്. എന്നിട്ടോ ഹി വാസ് ക്യാപ്ചേർഡ് ബൈ ദ റെഡ് ആർമി ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ വാർ. ഇത് മനസ്സിലാക്കിയിട്ട് ഈ യുദ്ധത്തിൻ്റെ അവസാനമായപ്പോൾ ഇദ്ദേഹത്തെ ഈ ജർമ്മൻ പട മനസ്സിലാക്കി പിടിച്ചു. ഹി കുഡ് നോട്ട് കോണ്ടാക്ട് സ്പിൽമാൻ ആൻഡ് ഡൈഡ് ഇൻ എ സോവിയറ്റ് പ്രിസൺ ഇൻ 1952. അങ്ങനെ അവർ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ടു. 1952 അദ്ദേഹം കൊല്ലപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന് ഒരിക്കലും സ്പിൽമാനെ കോണ്ടാക്ട് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. അങ്ങനെ ഒരു സാഡ് എൻഡിങ് കൂടി ഈ നമ്മുടെ പഠിച്ച ഈ സ്റ്റോറിക്കുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇതിനകത്ത് നിന്ന് വരുന്ന ഫ്രേസൽ വേർബ്സും. ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഫ്രേസൽ വേർബ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായും നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് നിർബന്ധമായും നിങ്ങൾക്ക് കിട്ടും ഫ്രേസൽ വേർബ്സ് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതെല്ലാം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതുകൂടി എല്ലാവരും കാണുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സി യു, ബൈ.